നമ്മൾ ഐഡിയ ഓപ്പൺ ചെയ്തില്ലേ, ഇതിൽ പോയിട്ട് മൈ ഇൻകം എടുക്കുക. മൈ ഇൻകം എടുത്ത് ഇവിടെ ഡെയിലി ഇൻകം 27. അപ്പോൾ എന്ത് ചെയ്യുക, എത്ര ഉണ്ടായിരുന്നു പാസ്റ്റ് എത്ര ഉണ്ടായിരുന്നു എന്ന് എഴുതണം. നൗ എന്നുള്ളടക്കം 27 എന്ന് എഴുതുക. പാസ്റ്റ് എന്നുള്ളടക്കം ഡെയിലി ഇൻകത്തിൻ്റെ ഹിസ്റ്ററി പോവുക. എന്നിട്ട് അവരുടെ ജോയിനിങ് ഡേറ്റ് ഇതിപ്പോൾ നോക്കരുതോ, ഇതിപ്പം ജൂലൈ തൊട്ടിട്ടുള്ളതുണ്ട്. അപ്പോൾ ഒരിക്കലും അവരോട് ഇത് മുതലുള്ള കൗണ്ട് എടുക്കാൻ പറയരുത്. അവരുടെ ജോയിനിങ് ഡേറ്റ് അവർക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് തൊട്ടിട്ടുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറയാം. ഇപ്പോൾ 17 ജനുവരിക്കാണെങ്കിൽ 17 തൊട്ടിട്ട് മുകളിലോട്ടുള്ളത് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നൗ 27 എഴുതുക. പാസ്റ്റ് എത്ര ഉണ്ടായിരുന്നത് അത് ഡെയിലി ഇൻകത്തിൻ്റെ അവിടെ എഴുതാം. ഇനി ലെവൽ ഇൻകത്തിൻ്റെ അവിടെ ഇപ്പം നൗ 36 ഉണ്ട്. ഇനി പാസ്റ്റ് എത്രയാണ് ലെവൽ ഇൻകം, 40, 80, 120, 140, 160, 150 രൂപ. 150 രൂപയാണ് അത്. പാസ്റ്റ് 150, നൗ 36 അങ്ങനെ എഴുതാം. ഇനി മന്ത്ലി ഇൻകത്തിൻ്റെ ഉണ്ട്, സെലക്ട് പോവുക. മന്ത്ലി ഇൻകം 6 ആളുള്ളത്, 6×5 300 അങ്ങനെ കൂട്ടിയാൽ മതി. കൗണ്ട് നോക്കുക, എന്നിട്ട് 5ൻ്റെ ഗുണിതല്ലേ. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് 300 പാസ്റ്റ് 300, നൗ 60 അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ വിഡ്രോ എന്നുള്ളൊരു ഓപ്ഷനും കൂടി കൊടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ അവിടെ ലെവൽ ഇൻകത്തിൻ്റെ അവിടെ ഇപ്പോൾ 300 വിഡ്രോന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഡ്രോ 300 എന്നും കൂടി എഴുതുക കേട്ടോ. അങ്ങനെ ആക്കിയിട്ട് എല്ലാവരും ആ ഒരു ഫോം ഫില്ല് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അയക്കുക. അപ്പോൾ കമ്പനിയിൽ കൊടുത്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വാലറ്റിലേക്ക് ക്യാഷ് തരാം.